നമ്മുടെ കുരുമുളക് ഈ കളറിൽ നിന്ന് ഈ കളറിലേക്ക് മാറണമെങ്കിൽ ഒരു എളുപ്പവതിയുണ്ട്. എത്ര പൂപ്പൽ പിടിച്ച കുരുമുളകായാലും നമുക്ക് വില കൂടിയ ഗാർബിൾഡ് കുരുമുളകാക്കി എടുക്കാട്ടാ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. കുറച്ച് നാൾ മുന്നേ കടയിൽ നിന്ന് മേടിച്ച് വെച്ച കുരുമുളകാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ കളർ ഇതേ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആകെ പൂപ്പലൊക്കെ പിടിച്ചു. അപ്പോൾ ഇത് കളഞ്ഞെടുക്കണം നമുക്ക്. അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്തത്. തിളച്ച വെള്ളത്തിലേക്ക് ഈ കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുക, അധികം ഒന്നും തിളപ്പിക്കരുത്. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ഇപ്പം അതിൻ്റെ പൂപ്പലൊക്കെ ആ തിളച്ച വെള്ളത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇത് അരിച്ചെടുത്തു. അതിലെ വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുറ എടുത്തിട്ടുണ്ട്. ഈ മുറത്തിലിട്ടുന്നതിനായിട്ട് നമുക്കിത് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതൊരു 2 മണിക്കൂർ മാത്രം ഉണങ്ങിയാൽ മതി. കാരണം ഇതിൻ്റെ തൊലി മാത്രം നമ്മൾ ഒന്ന് കുതിർന്നിട്ടുള്ളൂ. ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും. കണ്ട നല്ല ഫ്രഷ് കുരുമുളകായി. ഇതിനി എത്ര വർഷം ഇരുന്നാലും കേടുവരില്ല. ഒരു കുരുമുളക് എടുത്ത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം കടന്നിട്ടേ ഇല്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എരിവിനൊന്നും ഒരു മാറ്റവും വരില്ല. ഇനി വർഷങ്ങളോളം ഇരുന്നാലും പഴയ പൂപ്പൽ തിരിച്ചും വരില്ല. സൗണ്ട് കേട്ടില്ലേ? നല്ല ഉണക്കായി. നിങ്ങളുടെ പഴയ കുരുമുളകൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു വെച്ചോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ.